शरण के की माता जी। माता जी दंडवत करो। जय राधा माधव कुंज बिहारी, जय राधा माधव कुंज बिहारी, गोपी जन वल्लभ गिरिवरधारी, गोपी जन वल्लभ गिरिवरधारी, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यमुना तीरावन चारी, जय राधा माधव कुंज बिहारी, जय राधा माधव कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे. हरे कृष्ण माताजी दंडवत प्रणाम. തുടങ്ങാം माता जी. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം ദീക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് പ്രഭു പറഞ്ഞിരിക്കുന്നത്. സ്ക്രീൻ കാണാലോ? കാണാം. അപ്പൊ ദീക്ഷ എടുക്കണം എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇങ്ങനെ സ്കിപ്പ് ചെയ്യാമെന്നറിയാം. അപ്പൊ നമ്മള് ഭക്തിയുടെ 9 സ്റ്റെപ്പാണ്. ശ്രദ്ധ, പിന്നെ സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. ഇങ്ങനത്തെ 9 സ്റ്റെപ്പാണ് ഭക്തിയുടെ. അത് നമുക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇസ്കോൺ നമുക്ക് വേണ്ടിയിട്ട് ഒരു 10 സ്റ്റെപ്പിന്റെ ഒരു പ്രോഗ്രാം തന്നെ നടത്തുന്നത്. അതാണ് ഈ ദീക്ഷ പ്രോഗ്രാം എന്നും പറഞ്ഞ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് കാണാലോ, ആദ്യത്തെ ലോവസ്റ്റ് ലെവലിലാണ് ഫസ്റ്റ് ലെവൽ ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞാൽ ഒരു മാല ജപിക്കുക, അതാണ് ശ്രദ്ധാവാൻ. സെക്കൻഡ് ലെവലാണ് കൃഷ്ണസേവക. പിന്നെ തേർഡ് ലെവലാണ് കൃഷ്ണ സാധക. ഫോർത്ത് ലെവലാണ് ശ്രീല പ്രഭുപാദാശ്രയ. ഫിഫ്ത് ലെവലാണ് ഗുരു ആശ്രയ. സിക്സ്ത് ലെവലാണ് ഹരിനാമ ദീക്ഷ. ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ സ്റ്റുഡന്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ഓരോ ലെവലിൽ കംപ്ലീറ്റ് ചെയ്ത് മുകളിലോട്ട് പോകണം. അതാണ് ഇപ്പൊ ആദ്യം പഠിക്കണേ. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഇസ്കോൺ അമ്പലം വന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കുറച്ച് കോഴ്സസും കൂടി ഉണ്ട്. അത് ഓരോന്നായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം.
ആദ്യത്തെ ലെവൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഹരിനാമ ജപം ജപിക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു റൗണ്ട് ജപിക്കാൻ പഠിക്കും. എന്നിട്ട് അത് മാത്രം ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ വിത്തിൻ മന്ത് ഇത് ഒരു ഡബിൾ ആക്കിയിട്ട് ഒരു മന്തിൽ തന്നെ ഒരു റൗണ്ടിൽ നിന്ന് 2 റൗണ്ട് ആക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഒരു റൗണ്ട് ഒക്കെ ജപിക്കാൻ മേ ബി 7 മിനിറ്റേ എടുക്കുള്ളൂ ഒരു ദിവസം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് കൂടുതൽ ജപിക്കാൻ നമുക്ക് ശ്രമിക്കാം. അടുത്തതാണ് കൃഷ്ണസേവക. കൃഷ്ണസേവക സ്റ്റേജില് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതില് നമ്മുടെ ഈ ഗ്രൂപ്പില് മിക്ക ആൾക്കാർക്കും ഈ ശ്രദ്ധാവാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കാണും അല്ലേ? എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ഹരേ കൃഷ്ണ. ശ്രദ്ധാവാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഉണ്ട് മാതാജി, ഇല്ലെന്നോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പൊ കുറച്ച് ആൾക്കാർക്കെങ്കിലും ശ്രദ്ധാവാൻ, ഒരു 100-150 പേർക്ക് ശ്രദ്ധാവാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തന്നെ വന്ന് കൊടുത്തതാണ് അവിടെ കൊല്ലത്ത്. ഓക്കെ. അപ്പൊ അങ്ങനെ ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ജപിക്കണു. ഇത് ചിലപ്പോ നിങ്ങളൊക്കെ ഒരു വർഷത്തേക്ക് ജപിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇഫ് യു വാണ്ട് ടു സ്പീഡ് അപ്പ് യുവർ പ്രോഗ്രസ് യു ക്യാൻ ഡു 2 റൗണ്ട്സ് വിത്തിൻ 1 മന്ത്. അങ്ങനെ ഒരു വർഷത്തിൽ തന്നെ ദീക്ഷ കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ ഉള്ള സൗകര്യം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ. പക്ഷെ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് പോവാണെങ്കിൽ ഒരു വർഷമൊക്കെ എടുക്കും പ്രോഗ്രസ്സിന്. അടുത്ത സ്റ്റെപ്പാണ് കൃഷ്ണസേവക്, സെക്കൻഡ് സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ 4 റൗണ്ട് ജപിക്കും. അപ്പൊ രണ്ടാമത്തെ മാസം നമ്മൾ 2 റൗണ്ട് ജപിച്ചിട്ട് മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേക്കും 4 റൗണ്ട് ജപിക്കാൻ പറ്റും. ഒരു ഡബിൾ ആക്കി വരുമ്പോഴത്തേക്കും. അപ്പത്തേക്കും നമുക്ക് വെജിറ്റേറിയൻ ആകാൻ പറ്റുവാണെങ്കിൽ, ഇത് കൃഷ്ണസേവക്കിന് ഇത് ബിക്കമിങ് വെജിറ്റേറിയൻ അത്യാവശ്യമാണ്. എന്നാലേ കൃഷ്ണസേവക്കിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പത്തേക്ക് നമ്മൾ കൃഷ്ണ ഈ സുപ്രീം ഗോഡ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് കൃഷ്ണനാണ് സുപ്രീം ഗോഡ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കൃഷ്ണ ഈ സുപ്രീം ഗോഡ് എങ്ങനെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്യണേ? നമ്മളൊക്കെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞു, അതുകൊണ്ട് കൃഷ്ണ ഈ സുപ്രീം ഗോഡ് എന്നും പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്തു എന്ന് വിചാരിക്കണ്. അതൊക്കെ അതല്ലാതെ ഇപ്പൊ നിങ്ങൾ പ്രീച്ച് ചെയ്യുമ്പോൾ വേറെ ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് കൃഷ്ണ ഈ സുപ്രീം ഗോഡ് എന്ന് നിങ്ങൾ പറയണേ? ഒരു ഉദാഹരണം പറയൂ. നിങ്ങളുടെ എന്ത് പറഞ്ഞിട്ടാണ് കൃഷ്ണ സുപ്രീം ഗോഡ് എന്ന് പറയണേ? ഹരേ കൃഷ്ണ മാതാജി, ശാസ്ത്രത്തിൽ 16 മാല ചൊല്ലുക. രണ്ടാമത് ഭക്തിയുത സേവനം. ഓക്കെ. അല്ല, ഈ കൃഷ്ണ ഈ സുപ്രീം ഗോഡ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൂഫ് തരാൻ പറ്റുന്നത്? പ്രൂഫ് അത് മനസ്സിലായില്ല. കൃഷ്ണ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയും. ഇത് ആരാ പറയണേ? ശാസ്ത്രത്തിൽ പറയണെന്ന് പറയും. സർവജയ സുസേവിനി മാതാജി. ഓക്കെ. ഏത് ശാസ്ത്രത്തിലാണ് സുപ്രീം ഗോഡ് കൃഷ്ണനാണെന്ന് പറയുന്നത്? കൃഷ്ണസ്തു സ്വയം ഭഗവാൻ എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ. വെരി ഗുഡ്. അത് കോട്ടയം. വെരി ഗുഡ് സത്യ മാതാജി. ബ്രഹ്മസംഹിതയിൽ എന്താ പറയണേ? വെരി ഗുഡ്, ഈശ്വര പരമകൃഷ്ണ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൾക്കാരുടെ അടുത്ത് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ അപ്പൂപ്പന്റെ പേര് പറയൂ, നിങ്ങളുടെ അച്ഛന്റെ പേര് പറയൂ, അതിന്റെ അപ്പുറമുള്ള അപ്പൂപ്പന്റെ പേര് പറയൂ, അതിന്റെ അപ്പൂപ്പന്റെ പേര് പറയൂ. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഒരു 4ാമത്തെ തലമുറ കഴിഞ്ഞിട്ട് അവർക്ക് പേര് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ ഒരാൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, അതിന്റെ അപ്പുറത്തെ അപ്പൂപ്പനുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു ഏറ്റവും മുതിർന്ന ഒരു അപ്പൂപ്പന്റെ പേര് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള മുതിർന്ന ഒരു അപ്പൂപ്പനാണ് ബ്രഹ്മാവ്. ആരാണ്? ബ്രഹ്മാവ്. ഓക്കെ, ബ്രഹ്മദേവ്. അപ്പൊ ആ ബ്രഹ്മദേവ്
ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പന്റെ ലുക്കല്ല. ചില പടത്തിലൊക്കെ ഇങ്ങനെ താടിയും വെള്ള മുടിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത്രയും പ്രായമായിട്ടില്ല ബ്രഹ്മദേവന്. ഓക്കെ, അപ്പൊ ബ്രഹ്മദേവൻ വന്നിട്ട് കുറെ തപസ് ചെയ്തിട്ട് ഭഗവാൻ തന്നെ സ്വയം പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ ഞാൻ ദൈവമാണ്, കൃഷ്ണൻ തന്നെ വന്നിട്ട് പറഞ്ഞ് ഞാൻ ദൈവമാണെന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം കിട്ടിയിട്ടാണ് ബ്രഹ്മാവ് ഒരു പുസ്തകം എഴുതിയത്, ബ്രഹ്മസംഹിത എന്ന് പറഞ്ഞ പുസ്തകം. അപ്പൊ ആ പുസ്തകത്തിൽ ബ്രഹ്മാവ് തന്നെ, നമ്മുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ബ്രഹ്മാവ് തന്നെ കൃഷ്ണ സുപ്രീം ഗോഡ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ നമ്മുടെ നമ്മുടെ അച്ഛൻ ആരാണ് എന്ന് നമ്മൾ അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. അതേപോലെ ബ്രഹ്മാവിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്, ഈശ്വരന്മാരിൽ പരമഹ കൃഷ്ണ, പരമനായ ഈശ്വരൻ കൃഷ്ണനാണ് എന്ന് ബ്രഹ്മാവ് തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ വി ക്യാൻ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ആസ് അതോറിറ്റേറ്റീവ് സ്ക്രിപ്ചർ ആണ് നമുക്കിത് പറയണേന്നും പറഞ്ഞ് നമുക്ക് അതൊരു പ്രൂഫാണ് കൃഷ്ണ സുപ്രീം ഗോഡ്. അപ്പൊ വി ക്യാൻ യൂസ് ഇറ്റ് ടു നമ്മുടെ തന്നെ സ്വയം മനസ്സിലാക്കാനും വേറെ ആൾക്കാരെ പ്രീച്ച് ചെയ്ത് മനസ്സിലാക്കിപ്പിക്കാനും ഈ എക്സാമ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കുറച്ച് കഴിയുമ്പോൾ എവറിബഡി ഈസ് ഗോയിങ് ടു ബി പ്രീച്ചിങ് അല്ലേ. നമ്മള് ഇസ്കോണിൽ വന്നിട്ട് വി ആർ മെയിൻലി കീർത്തനാനന്ദി, ഭജനാനന്ദിയും കീർത്തനാനന്ദി എന്ന് രണ്ട് ടൈപ്പ് ഡിവോട്ടീസ് ഉണ്ട്. ഭജനാനന്ദി എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി ഹാപ്പി. വീട്ടിൽ അവരിരുന്ന് ഹാർമോണിയം വെച്ചിട്ട് പാട്ട് പാടും, ഭഗവാന്റെ പാട്ട് പാടും, കീർത്തനം പാടും, വീട്ടിലുള്ള പൂജയൊക്കെ ചെയ്യും, ഭഗവാനെ ഓഫറിങ് ചെയ്യും, കഴിക്കും പ്രസാദം, ഹാപ്പി. അവരുടെ വീട്ടിന്റെ അകത്ത് അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അതാണ് ഭജനാനന്ദി. കീർത്തനാനന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭജനാനന്ദി മാത്രം പോരാ, നമുക്ക് എല്ലാവരുടെ അടുത്തും കൃഷ്ണനെ കുറിച്ച് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് അമ്പലത്തിൽ കീർത്തനം ചെയ്യണം, എല്ലാരും കൃഷ്ണനാണ് സുപ്രീം ഗോഡ് എന്ന് അറിയണം, ഇങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ലീലകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് കീർത്തനം ചെയ്ത് എല്ലാരെയും വിളിച്ച് കീർത്തനം ചെയ്യുന്നതാണ് കീർത്തനാനന്ദി. കീർത്തനത്തിൽ ആനന്ദം കൊള്ളുന്ന ആള്, അതാണ് കീർത്തനാനന്ദി. എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എല്ലാരെയും കൊണ്ട് പാടിപ്പിച്ച് എല്ലാവർക്കും ഹരിനാമം കൊടുത്ത് സന്തോഷിക്കുന്ന ആളിന്റെ പേരാണ് കീർത്തനാനന്ദി. ഓക്കെ, അപ്പൊ നമ്മൾ ഇസ്കോണില് എല്ലാരും കീർത്തനാനന്ദിയാണ്, ആ സമ്പ്രദായത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. റീച്ചിങ് എങ്ങനെയാ ചെയ്യേണ്ടത്, എന്ത് പോയിന്റ് പറഞ്ഞാണ്, എങ്ങനെയാണോ പ്രഭുപാദ് നമ്മളെ കൺവിൻസ് ചെയ്തത് അതേപോലെ നമ്മൾ വേറൊരാളെ കൺവിൻസ് ചെയ്ത് നമ്മൾ വേറെ ആൾക്ക് ഗുരുവും ആവാൻ പറ്റണം. സോ ഓൾ ദീസ് പോയിന്റ്സ് ഓർക്കണം. ഏത് ശ്ലോകം പറഞ്ഞാലാണ് അവർ കൺവിൻസ് ആവണേ, അതൊക്കെ ഓർത്ത് വെച്ചിട്ട് നമ്മൾ പ്രീച്ചിങ് തുടങ്ങണം. അപ്പൊ കൃഷ്ണ സുപ്രീം പഠിച്ച് പിന്നെ അപ്പത്തേക്കും നമ്മൾ കുറച്ച് ബുക്സ് പഠിച്ചിട്ടുണ്ടാവും. ബിഗിനേഴ്സ് ഗൈഡ് ടു കൃഷ്ണ കോൺഷ്യസ്നെസ്, അത് മലയാളത്തിൽ കൃഷ്ണാവബോധം ഒരു വഴികാട്ടി, പെർഫെക്ഷൻ ഓഫ് യോഗ, യോഗ സമ്പൂർണത, സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ, ആത്മഗവേഷണം, അതീതം, ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത്, ആരോഹണം, എലവേഷൻ ടു കൃഷ്ണ കോൺഷ്യസ്നെസ്. ഇത്രയും പുസ്തകങ്ങൾ പഠിച്ചിരിക്കണം. ഈ പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ടോ? ഹരേ കൃഷ്ണ. കുറച്ചൊക്കെ ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ നമ്മൾ അടുത്തടുത്ത പുസ്തകം വാങ്ങിച്ച് പഠിച്ച് പ്രോഗ്രസ് ചെയ്യാൻ നോക്കണം. പ്രഭുപാദ് ഇങ്ങനെ ഒരു വലിയ മുതലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്ത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഇതൊക്കെ. അപ്പൊ ഈ പുസ്തകത്തിന്റെ പടമാണിത്. ബിഗിനേഴ്സ് ഗൈഡ് ഇങ്ങനെയാണ് ഇരിക്കണേ, മലയാളത്തിലും ഇങ്ങനെയാണ് ഇരിക്കണെന്ന് തോന്നുന്നു. കുറച്ച് ബ്ലാക്ക് കളർ ആയിരിക്കും അല്ലെ, ഈ ഓറഞ്ചിന് പകരം ബ്ലാക്ക് കളറാന്ന് തോന്നുന്നു. കൃഷ്ണാബോധം ഒരു വഴികാട്ടി. ഓക്കെ, ഈ ഇങ്ങനത്തെ ബുക്ക് ഇല്ലാത്തവര് ഉടനെ പോയി വാങ്ങിച്ച് ഇതൊക്കെ പഠിക്കണം. ബിഗിനേഴ്സ് ഗൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത്യാവശ്യം തുളസി പൂജ വീട്ടിൽ ചെയ്യാനുള്ള ശ്ലോകങ്ങള്, പിന്നെ നൈവേദ്യം കൊടുക്കാൻ ഭഗവാന് നിവേദിക്കുമ്പോൾ എന്തൊക്കെ ശ്ലോകം പറയണു, ഇതൊക്കെ ഈ ബുക്കിലുണ്ട്. ഏകാദശി എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഈ ബിഗിനേഴ്സ് ഗൈഡിലുണ്ട്.
ഇപ്പൊ നമ്മൾ ക്ലാസ് കേട്ടാലും ചിലപ്പോൾ നമുക്ക് അതെല്ലാം നമ്മുടെ തലയിൽ കാണൂല, എല്ലാ പോയിന്റ്സും. അപ്പൊ ഇങ്ങനത്തെ ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അത് റെഫർ ചെയ്ത് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പെർഫെക്ഷൻ ഓഫ് യോഗ എങ്ങനെയായിരിക്കും കവറ്? എലവേഷൻ ടു കൃഷ്ണ കോൺഷ്യസ്നസ്, ആരോഹണം എന്നും പറഞ്ഞ മലയാളത്തിലാണ്. ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത്, അതീതം, മലയാളത്തിൽ അതീതം, ഇതേ കവറാന്ന് തോന്നുന്നു. പിന്നെ അത് സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ, ആത്മഗവേഷണം. ഓക്കെ, അടുത്ത ലെവലിലാണ് കൃഷ്ണ സാധക. കൃഷ്ണ സാധകാല് നമ്മൾ ഡെയിലി മിനിമം 8 റൗണ്ടാണ് ജപിക്കുന്നത്. നേരത്തെ എത്രയായിരുന്നു? 4 റൗണ്ട്, അതിന് മുമ്പേ 1 റൗണ്ട് അല്ലേ? ശ്രദ്ധാവാൻ 1 റൗണ്ട്, കൃഷ്ണ സേവക 4 റൗണ്ട്, കൃഷ്ണ സാധക 8 റൗണ്ട്. അപ്പൊ ഇത് 8 റൗണ്ട് ജപിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഒപ്പം നമ്മൾ ചെയ്യേണ്ട റൂളാണ് അവോയ്ഡിങ് ഇൻടോക്സിക്കേഷൻ ആൻഡ് ഇലിസിറ്റ് സെക്സ്. അപ്പൊ ഈ ലെവൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ അവിഹിത ബന്ധങ്ങളൊക്കെ നിർത്തുക, മദ്യപാനം നിർത്തുക, ചായ കോഫിയൊക്കെ നിർത്താൻ ശ്രമിക്കുക. ഈ ലെവലിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത്രയൊക്കെ ചെയ്തിരിക്കണം. ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥം, പുകവലി, മദ്യപാനം, ചായ, കോഫി ഇത്രയും നിർത്തിയിരിക്കണം കൃഷ്ണ സാധക സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ. ഇതിന്റെ ഒപ്പം ഭഗവത്ഗീത അത് യഥാരൂപം എന്ന് പറഞ്ഞ ബുക്കിന്റെ 9 ചാപ്റ്റർ പഠിച്ചിരിക്കണം. കൃഷ്ണ ബുക്ക് മൊത്തം വായിച്ചിരിക്കണം. പിന്നെ വീട്ടിൽ നമ്മൾ ഡെയിലി ആരതി ചെയ്തിരിക്കണം, ഭഗവാന് നിവേദ്യം തുടങ്ങിയിരിക്കണം, തുളസി പൂജ തുടങ്ങിയിരിക്കണം, ഏകാദശി വ്രതം എടുക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ ഡെയിലി ബ്രഹ്മമുഹൂർത്തത്തിൽ എണീച്ച് ജപിക്കാൻ തുടങ്ങണം. ഇത്രയാണ് കൃഷ്ണ സാധകന്റെ ആവശ്യങ്ങൾ. കൃഷ്ണ ബുക്ക് എത്ര പേരുടെ കയ്യിലുണ്ട്? ഉണ്ട് മാതാജി, എൻ്റെ കയ്യിലുണ്ട്. എല്ലാരും ആരൊക്കെ വായിച്ചിട്ടുണ്ട്? വായിച്ച വായിച്ചിട്ടുണ്ട് ആൾക്കാർ മാതാജി. ആരെങ്കിലും കൃഷ്ണ ബുക്കിൽ എന്തൊക്കെ വായിച്ചു, എന്താണ് പഠിക്കാൻ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഭഗവാന്റെ ലീലകളെല്ലാം ഉണ്ടല്ലോ മാതാജി. ആ ഭാഗവതിലെ ദശമസ്കന്ധം, ഓക്കെ. കൃഷ്ണലീലകൾ. എന്തൊക്കെ ഒരു 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 3 ചാപ്റ്റർ 3 ഭാഗമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, അത് പറയാൻ പറ്റുമോ? കൃഷ്ണലീലകൾ, ബാലലീലകൾ, വൃന്ദാവന ലീലകൾ ഒരു സൈഡ്. പിന്നെ മഥുര ലീലകൾ, ദ്വാരക ലീലകൾ, അങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വായിച്ച ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ബുക്സ്. ഭഗവത്ഗീത യഥാരൂപം കവർ ഇങ്ങനെയായിരിക്കും. മലയാളം ആണെങ്കിൽ കുറച്ച് പിങ്ക് കളർ കവറാണ് അല്ലേ? പിങ്ക് കളർ കവറാണോ ഇപ്പൊ, അല്ലെ വേറെ കളർ, ഇതേ ബ്രൗൺ കളറാണോ? ശരി, ഓരോരുത്തർക്ക് ചിലപ്പോ ഓരോ പതിപ്പില് വേറെ വേറെ കളർ ആയിരിക്കും. പിന്നെ കൃഷ്ണ ബുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പത്തെ ലേറ്റസ്റ്റ് കൃഷ്ണ ബുക്കിന്റെ കവർ ഈ പിക്ചറാണ് ഇട്ടിരിക്കുന്നത്. ചിലപ്പോ ഓറഞ്ച് കളർ വിത്ത് യശോദ കൃഷ്ണ പിക്ചർ, അതുമായിരിക്കും. കുറച്ച് പഴയ മോഡൽ. ഈ ബുക്സ് ഒക്കെ കൃഷ്ണ സേവക്, കൃഷ്ണ സാധക് ഈ 2 പുസ്തകവും കൂടി പഠിച്ചിരിക്കണം. ഭഗവത്ഗീത 9 ചാപ്റ്റർ മതി കൃഷ്ണ സാധക കിട്ടാൻ. പിന്നെ ശ്രീല പ്രഭുപാദ് ലീല, അത് ഇത്രയും വലിയ ബുക്ക് പഠിക്കണ്ട. ഇതൊരു 9 ബുക്സ് ഉള്ള വലിയ എഡിഷൻ ആണ്. ഒരു സിംഗിൾ ബുക്കായിട്ട് പ്രഭുപാദ് ലീല എന്ന് പറഞ്ഞ് ഒരു സിംഗിൾ ബുക്ക് ഉണ്ട്, അത് പഠിച്ചാൽ മതി കൃഷ്ണ സാധകന്. അടുത്ത സ്റ്റേജ് ആണ് ശ്രീല പ്രഭുപാദ് ആശ്രയ. ശ്രീല പ്രഭുപാദ് ആശ്രയക്ക് നമ്മൾ മിനിമം 16 റൗണ്ട്സ് ആണ് ഡെയിലി ചാൻറ്റ് ചെയ്യേണ്ടത്. അപ്പത്തേക്കും നമ്മൾ നോ ഗാംബ്ലിംഗ്, നോ കോഫി, നോ ടീ, നോ ഓണിയൻ ഗാർലിക്, ഇത്രയും നിർത്തിയിരിക്കണം. പിന്നെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ചെയ്യണം. ശ്രീല പ്രഭുപാദ് ബയോഗ്രഫി ഇപ്പൊ കാണിച്ചത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഈസോപനിഷത്ത് എന്ന് പറഞ്ഞ പുസ്തകം പഠിച്ചിരിക്കണം. നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ,
ഉപദേശാമൃത രൂപ ഗോസ്വാമി എഴുതിയ ബുക്ക് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഉപദേശാമൃത അത് പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ പ്രീച്ചിങ്ങിനും ബുക്ക് ഡിസ്ട്രിബ്യൂഷനും ടെമ്പിൾ സർവീസിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങണം. അതാണ് പ്രഭുപാദാശ്രയം. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഇടയ്ക്ക് ടെമ്പിൾ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം കൂടി വരും. അത് കഴിഞ്ഞിട്ടാണ് പ്രഭുപാദാശ്രയം വരുന്നത്. അത് അടുത്ത സ്റ്റേജിൽ പറഞ്ഞുതരാമേ. രൂപ ഗോസ്വാമി എഴുതിയ ബുക്കാണ് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിന്റെ പേജും കവറൊക്കെ ഇങ്ങനെയായിരിക്കും. രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഇരിക്കുന്ന പടമായിരിക്കും. ഈശോപനിഷത്ത് ഇങ്ങനെയാണ്. കേശവ, ലോർഡ് കേശവയുടെ ഫ്രണ്ട് പേജ് ആയിരിക്കും. ഇതും ഒരു ചെറിയ ബുക്കാണ്, വലിയ പുസ്തകമല്ല. പേര് വലിയ ബുക്കാണ്. ഈശോപനിഷത്ത് ഉപനിഷത്താണെന്നൊക്കെ പറഞ്ഞ് വലിയ പേരാണ്. പക്ഷെ കുഞ്ഞു ബുക്കാണത്. കുറെ ആൾക്കാർ ഇതിന്റെ ശ്ലോകമൊക്കെ കൊച്ചിലെ തന്നെ സ്കൂളിലൊക്കെ പഠിച്ചു കാണും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അതാണ് അതിന്റെ ഫസ്റ്റ് ശ്ലോകം. പിന്നെ പ്രഭുപാദ് ബുക്ക് ഇങ്ങനെയുണ്ട്, ഈ കളറിൽ. അടുത്ത സ്റ്റെപ്പാണ് ഗുരു ആശ്രയ. നേരത്തെ ഉള്ളതിനും ഉപരി നമ്മള് ഗുരുവിന്റെ ഷെൽട്ടർ എടുക്കുകയാണ് അല്ലേ ഇപ്പൊ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് ക്യാൻറ്റോയും കൂടി പഠിച്ചിരിക്കണം. പിന്നെ ഗുരു ആൻഡ് ശിഷ്യ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഗുരുവും ശിഷ്യൻ മലയാളത്തിലും ഉണ്ട്. ആ ബുക്കും പഠിച്ചിരിക്കണം. ചൈതന്യ ശിക്ഷാമൃത ഭക്തി വിനോദ് ഠാക്കൂർ എഴുതിയ ബുക്കാണ് ചൈതന്യ ശിക്ഷാമൃത. അതും വായിച്ചിരിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഗുരു ആശ്രയ എന്നും പറഞ്ഞ് ഒരു സ്റ്റേജിൽ എത്താൻ പറ്റും. ശ്രീമദ് ഭാഗവതത്തിന്റെ കവർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് വന്നിട്ട് 18 വോള്യൂം ഉള്ള പുസ്തകമാണ്. ഇത് ഫസ്റ്റ് വോള്യൂം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഗുരു ആശ്രയ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വോള്യൂം മാത്രം പഠിച്ചാലും മതി. ബാക്കിയെല്ലാം വായിച്ചാലും വലിയ ഉപകാരമായിരുന്നു. പക്ഷെ ഫസ്റ്റ് വോള്യൂം മിനിമം ഫുൾ കംപ്ലീറ്റ്, ഫസ്റ്റ് ക്യാൻറ്റോ ഫസ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് ഡിസൈപ്പിൾ ഇങ്ങനത്തെ കവറും ഉണ്ട്. മലയാളത്തിൽ കുറച്ച് വ്യത്യാസമുള്ള കവറാണ്. ഗുരുവും ശിഷ്യനും എന്നും പറഞ്ഞ ഒരു ബുക്ക്. ചൈതന്യ ശിക്ഷാമൃത ഈ കവറും ഉണ്ട്, വേറെ കവർസും ഉണ്ടെന്ന് തോന്നുന്നു. ഭക്തി വിനോദ് ഠാക്കൂർ എഴുതിയ പുസ്തകം. അടുത്തതാണ് ഹരിനാം ദീക്ഷ. അപ്പൊ നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ നെക്ടർ ഓഫ് ഡിവോഷൻ, ഭക്തി രസാമൃത സിന്ധു, ആ പേരിലുള്ള പുസ്തകവും പഠിച്ചിരിക്കണം. നെക്ടർ ഓഫ് ഡിവോഷൻ ഇങ്ങനത്തെ കവറാണ്. ഹരിനാം ദീക്ഷ ആകുമ്പോഴത്തേക്കും ഗുരുവിൽ നിന്ന് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം കേൾക്കാൻ പറ്റും. അതോടെ വി ആർ ലിങ്ക്ഡ് ആസ് ഡിസൈപ്പിൾ ടു ദ ഗുരു. ഓക്കെ, നെക്ടർ ഓഫ് ഡിവോഷൻ ആണ്. അപ്പൊ നമ്മള് ഇതാണ് 6 ലെവൽസ് ആണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലേ. ഫസ്റ്റ് വൺ ശ്രദ്ധാവാൻ, ഏറ്റവും താഴെ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണ സേവക്, കൃഷ്ണ സാധക്, ശ്രീല പ്രഭുപാദ ആശ്രയ, ഗുരു ആശ്രയ, പിന്നെ ഹരിനാം ദീക്ഷ. ഇതിന്റെ ഇടയ്ക്ക് ഈ ലെവലില് നമ്മള് ടെമ്പിളിൽ പഠിക്കേണ്ട 2 കോഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കൃഷ്ണ സാധക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്തി പ്രവേശനം പറഞ്ഞൊരു 6 മാസത്തെ കോഴ്സ് നമ്മൾ ടെമ്പിളിൽ എല്ലാ ദിവസവും വന്ന് പഠിക്കണം. എല്ലാ സൺഡേസ് എന്നും പറഞ്ഞ് നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻറോൾ ചെയ്ത ദിവസം മുതൽ എല്ലാ സൺഡേയും വന്ന്, അല്ലെങ്കിൽ പറയുന്ന ദിവസം വന്ന് ടെമ്പിളിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പള്ളിച്ചൽ ടെമ്പിളിൽ വന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും എല്ലാ സൺഡേയും. ഐ തിങ്ക് ലാസ്റ്റ് കോഴ്സ് 9 മണി മുതൽ 12 മണി വരെ, അങ്ങനെ 3 മണിക്കൂർ, അങ്ങനെ 6 മാസം പഠിക്കുന്നതാണ് ഭക്തി പ്രവേശ്. അതിനും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് എടുത്തിട്ടാണ് നമ്മൾ ശ്രീല പ്രഭുപാദ ആശ്രയയിലോട്ട് പോകുന്നത്. അതേപോലെ ഈ ഗുരു ആശ്രയ കഴിഞ്ഞിട്ട്
ഒരു കോഴ്സ് ഉണ്ട്. അതും ടെമ്പിളിൽ പഠിക്കുന്ന കോഴ്സാണ്. അത് 3 ദിവസത്തെ കോഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദീക്ഷയിലോട്ട് പോവാൻ സമ്മതിക്കുന്നത്. അപ്പൊ ഈ 2 കോഴ്സും ഭക്തി പ്രവേശും IDC ഇസ്കോൺ ഡിസൈപ്പിൾ കോഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലേ ഹരിനാം ദീക്ഷയ്ക്ക് അവര് വിടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹരിനാം ദീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഭക്തിശാസ്ത്രി പഠിച്ചിട്ട്, ഭക്തിശാസ്ത്രി എന്ന് പറയുന്നത് ഒരു 6 മാസത്തെ ഓൺലൈൻ കോഴ്സ്, അല്ലെങ്കിൽ ഓഫ്ലൈൻ നമുക്ക് മായാപ്പൂരിൽ ചെന്ന് ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് ഓൺലൈൻ കോഴ്സ് എടുക്കുന്നുണ്ട്. അത് ഇനിയൊരു 6 മാസത്തെ കോഴ്സാണ്, അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഭക്തിശാസ്ത്രി ഉണ്ട് ഇവിടെ. കുറച്ച് ഈസി മെത്തേഡിൽ ഉള്ള ഭക്തിശാസ്ത്രി ഉണ്ട്, കുറച്ച് ടഫായിട്ടുള്ള ഭക്തിശാസ്ത്രി ഉണ്ട്. അങ്ങനെ 2-3 വെറൈറ്റി ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിലും പഠിക്കാം, മലയാളത്തിലും പഠിക്കാം. അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഭക്തിശാസ്ത്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്രാഹ്മിൻ ദീക്ഷ കിട്ടണത്. അപ്പൊ ആദ്യത്തെ ദീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇനിസിയേഷൻ ഹരിനാം ദീക്ഷ, സെക്കൻഡ് ഇനിസിയേഷൻ എന്ന് പറയുന്നത് ബ്രാഹ്മൺ ദീക്ഷ. അപ്പൊ ഇത്രയും ദീക്ഷകൾ നമുക്ക് സാധാരണ ആൾക്കാർ, നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാർ, അപ് ടു ലേഡീസ് ഓൾസോ ക്യാൻ ടേക്ക് ബ്രാഹ്മിൻ ദീക്ഷയൊക്കെ എടുത്തിട്ട് നമുക്ക് ടെമ്പിൾ സർവീസ് ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ ഓൾട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഭഗവാന് നിവേദ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പൊ വൺസ് മോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവല് ശ്രദ്ധാവാൻ, സെക്കൻഡ് ലെവൽ കൃഷ്ണ സേവക്, തേർഡ് ലെവൽ കൃഷ്ണ സാധക്, ഫോർത്ത് ആണ് നമ്മൾ ഭക്തി പ്രവേശ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഫിഫ്ത്ത് ശ്രീല പ്രഭുപാദ ആശ്രയ, പിന്നെ ഗുരു ആശ്രയ, പിന്നെ IDC കോഴ്സ് ഇസ്കോൺ ഡിസൈപ്പിൾഷിപ്പ് കോഴ്സ്, ഹരിനാം ദീക്ഷ, അത് കഴിഞ്ഞിട്ട് ഭക്തിശാസ്ത്രി, അത് കഴിഞ്ഞിട്ട് ബ്രാഹ്മൺ ദീക്ഷ. ഈ 10 ലെവൽസ് കൂടിയാണ് നമ്മൾ എല്ലാവരും, ഇൻക്ലൂഡിങ് ലേഡീസ്, ഈ 10 ലെവലും കൂടിയാണ് നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പഠിച്ചെടുക്കുന്നത്. ഇത് ചില ആൾക്കാർക്ക് 1 വർഷം 2 വർഷത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ. മീൻസ് ഫുൾ ടൈം ഡിവോട്ടീസ്, ഇങ്ങനെ ബ്രഹ്മചാരീസ് ഒക്കെ ടെമ്പിളിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ 1 വർഷം 2 വർഷത്തിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ, വീട്ടിൽ താമസിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കും, ചിലപ്പോൾ 2-3 വർഷം എടുക്കും. ബട്ട് എത്ര എത്ര പെട്ടെന്ന് നമുക്ക് ദീക്ഷ എടുക്കാൻ പറ്റുമോ അതായിരിക്കും നല്ലത്. പെട്ടെന്ന് നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയോടെ കയറാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഇനീസിയേഷൻ എന്ന് പറയുന്നതാണ് ഹരിനാമ ദീക്ഷ. ഹരിനാം ദീക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ഗുരു മഹാരാജിന്റെ വെബ്സൈറ്റിൽ ചെന്നിട്ട് അതിൽ ഫസ്റ്റ് ഇനിസിയേഷൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫുൾ പൂരിപ്പിക്കുക. അതിൽ കുറെ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ അത് ചെയ്തിട്ടുണ്ടോ എന്ന് കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പൂരിപ്പിച്ചിട്ട്, അതല്ലാതെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ പഠിച്ച കാര്യത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും നമ്മൾ ആൻസർ ഒക്കെ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഡേറ്റ് അലോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഒന്നേ മായാപ്പൂർ പോവുക, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ പോവുക, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ്, സപ്പോസ് ഏതെങ്കിലും ഗുരു ഇവിടെ പള്ളിച്ചലിൽ വന്ന് ഇനിസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അവർ ഡേറ്റും ടൈമും പ്ലേസും ഒക്കെ അലോട്ട് ചെയ്യുമ്പോൾ അത് ആ സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഹരിനാം ദീക്ഷ എടുക്കും. ഹരിനാം ദീക്ഷയിൽ അവര് നമുക്ക് ഒരു ഹോമം അറേഞ്ച് ചെയ്യും. ഹോമത്തിൽ നമ്മൾ പങ്കെടുക്കുക. അതിൽ നമുക്ക് സ്വാഹ എന്നൊക്കെ പറഞ്ഞ ഒരു ശ്ലോകം പറഞ്ഞ് നമ്മൾ ഇതുവരെ ചെയ്ത പാപവും പുണ്യവും ഒക്കെ ഇങ്ങനെ അതിലോട്ട് അർപ്പിക്കും. എന്നിട്ട് ഗുരു നമുക്ക് ഹരേ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് ഫസ്റ്റ് ഇനിസിയേഷൻ. ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. ആരും മിണ്ടുന്നില്ല. ഹരേ കൃഷ്ണ മാതാജി, ഭക്തിശാസ്ത്രി 3 ടൈപ്പ് ഉണ്ട്. അത് സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, ഡിഗ്രി കോഴ്സ്. 3 വർഷത്തെ കോഴ്സാണ്.
ഡിഗ്രി കോഴ്സ്. ഓക്കെ ഇപ്പം ഓക്കെ ഇവിടെ മായാപ്പൂരിന്റെ ഫസ്റ്റ് ഡിഗ്രി കോഴ്സ് കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ഇപ്പൊ 2 ബാച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. 3 വർഷത്തെ 2021 മുതൽ ഇപ്പൊ 24-ലാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ അങ്ങനെ അത് ഡിപ്ലോമ കോഴ്സും ഡിഗ്രി കോഴ്സും ഉണ്ട്. ഓക്കെ ഓക്കെ. അല്ല 3 ഉണ്ട്. ഒന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് 6 മാസത്തെ, ആ പിന്നെ ഡിപ്ലോമ കോഴ്സ് ആയിട്ട് 1 വർഷത്തെ, പിന്നെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഒക്കെ എടുക്കും ചില കോഴ്സ്. ഓക്കെ. അപ്പൊ അത് അതായത് കുറച്ച് ഇതിനകത്ത് ഡിഗ്രി എന്ന് നമ്പർ പറഞ്ഞാൽ ഓഫ് പരീക്ഷകൾ കൂടി വരും. അത് തന്നെ. ആ അത് ആ ഓരോ മോഡ്യൂളിലും പരീക്ഷയുണ്ട്. ആ അതെ. ഓരോ ഓരോ മോഡ്യൂളിൽ മോഡ്യൂൾ പരീക്ഷ തീരുമ്പോൾ ഉണ്ടാവും. പിന്നെ അതിന്റെ ഓരോ പരീക്ഷയില് ഓക്കെ. ഭക്തിശാസ്ത്രി ഞാൻ കുറച്ചും പാസ്സാവണം. കൂടി ഡീറ്റെയിൽ പറയാം പിന്നീട്. വേറെ ഏതെങ്കിലും അതെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം. ഹരി. ഓക്കെ, ഡൗട്ട്സ് ഇല്ല. ഫസ്റ്റ് ഇനിഷ്യേഷൻ കഴിഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ഇനിഷ്യേഷനും ക്വസ്റ്റ്യനെയർ ഒക്കെ ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഇനിഷ്യേഷനും അതേപോലെ നമ്മൾ ബ്രാഹ്മിൻ ദീക്ഷ ക്ലാസ് എന്നും പറഞ്ഞുണ്ടാവും. ഒരു 6 മാസം നമ്മൾ ചെന്ന് പഠിക്കേണ്ടി വരും ബ്രാഹ്മിൻ ദീക്ഷ ക്ലാസ്. അതിന്റെ കൂടെ നമ്മൾ ഇനിയൊരു കോഴ്സ് ഉണ്ട്, ഡെയിറ്റി വർഷിപ്പ് കോഴ്സ് എന്നും പറഞ്ഞ്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് സെക്കൻഡ് ഇനിഷ്യേഷൻ ബ്രാഹ്മിൻ ദീക്ഷ കിട്ടണം. ബ്രാഹ്മിൻ ദീക്ഷയിലും ഇതേപോലെ ജയപ്രതാപ് സ്വാമി മഹാരാജ് ആണെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ പ്രോഗ്രസിന്റെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതല്ലാതെ കുറെ ഹയർ ലെവലിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ബ്രാഹ്മിൻ ദീക്ഷ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചത് വെച്ച് നമ്മൾ ഈ ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റും. മേ ബി സം ഓഫ് ദ ക്ലാസ്സസ് ദാറ്റ് ഐ ടുക്ക് വെയർ ഓൾ ബ്രാഹ്മിൻ ദീക്ഷ ക്ലാസ്സസ്. ഇങ്ങനെ ടൈമിനെ കുറിച്ച്, കർമ്മ കുറിച്ച്, അതൊക്കെ ബ്രാഹ്മിൻ ദീക്ഷയിൽ വരുന്ന ക്ലാസ്സസ് ആണ്. ഞാൻ 2 വർഷം മുമ്പ് നിങ്ങൾക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത്. സമയം ഓർമ്മയുണ്ടോ എന്തോ? ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്ര ഹ്യൂമൻ ഇയേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ എഴുതി വെക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാഹ്മിൻ ദീക്ഷ സെക്കൻഡ് ഇനിഷ്യേഷൻ. അതിൽ ഡേറ്റി വർഷിപ്പ് ഒക്കെ ഉണ്ട്. ഇതിലൊരു എക്സ്ട്രാ കാര്യമാണ്, നമ്മൾ ഇപ്പോഴേ വേണമെങ്കിൽ ഇതൊക്കെ ആചമന എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഒരു പ്യൂരിഫിക്കേഷൻ റിച്വൽ ആണ്. നമ്മളിപ്പോ നമ്മുടെ വീട്ടിലത്തെ ഓൾട്ടർ ആണെങ്കിൽ പോലും ഈ ഒരു ആചമന കപ്പും അതിന്റെ സ്പൂണൊക്കെ വെച്ചിട്ട് ആ ശ്ലോകമൊക്കെ പറഞ്ഞ് ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ആ സ്പിരിച്വൽ ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങും. ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഈ ബ്രാഹ്മണരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ആചമന? കണ്ടിട്ടുണ്ട് മാതാജി, പക്ഷെ മന്ത്രം എന്താണെന്ന് കേട്ടിട്ടില്ല. നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ ആചമന കപ്പും സ്പൂണൊക്കെ? ഇല്ല. ട്രൈ ചെയ്യ്. അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഈ ശ്ലോകം പറഞ്ഞാൽ മതി. ഓം അപവിത്രോ പവിത്രോ വാ സർവവസ്തു ഗതോപി വാ യത് സ്മരേത് പുണ്ടരീകാക്ഷം തസ്യ ബാഹാന്തര സ്തുചി. ഈ ശ്ലോകം പറഞ്ഞിട്ട് ഓം ഗോവിന്ദായ നമ, ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം ഗോവിന്ദായ നമ എന്ന് 3 പ്രാവശ്യം. ഈ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആ ശ്ലോകം പറയുമ്പോൾ കയ്യില് ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ആ ശ്ലോകം പറഞ്ഞിട്ട് നമ്മുടെ മേത്ത് ആ വെള്ളം തളിച്ച് നമുക്ക് തന്നെ ശുദ്ധി ചെയ്യും. ഇപ്പൊ നമ്മൾ കുളിച്ചിട്ട് പുറത്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൂജമുറിക്ക് വന്നാലും ഓൺ ദ വേ എന്തെങ്കിലുമൊക്കെ നമ്മൾ തൊട്ടിട്ടുണ്ടാവൂലേ? ഡോറിന്റെ ഹാൻഡിൽ തൊട്ടു, അങ്ങനെ എനിത്തിങ് സംവെയർ ആൻഡ് ഓൾ വി വുഡ് ഹാവ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസോ നെഗറ്റീവ് എനർജിയോ ഒക്കെ വന്നു കാണും. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഓം അപവിത്രോ പവിത്രോ വാ സർവവസ്തു ഗതോപി വാ യത് സ്മരേത് പുണ്ടരീകാക്ഷം ഈ ശ്ലോകം പറഞ്ഞിട്ട് തസ്യ ബാഹാന്തര സ്തുചി. ഈ ശ്ലോകം പറഞ്ഞ് നമ്മുടെ മേത്ത് തന്നെ പ്രോക്ഷണം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഈ ഓം കേശവായ നമ എന്ന് പറഞ്ഞ് ഓരോ സ്പൂൺ വെള്ളം എടുത്തിട്ട് നമ്മൾ കുടിക്കും. ആചമന കപ്പിന്ന് സ്പൂണിലെടുത്ത് കയ്യിൽ റൈറ്റ് ഹാൻഡിൽ ഒഴിച്ചിട്ട് ഓം കേശവായ നമ എന്ന് പറഞ്ഞ് കുടിച്ചിട്ട് തലയിൽ ഒഴിക്കും. പിന്നെ ഓം നാരായണ നമ എന്ന് പറഞ്ഞ് അതേപോലെ ചെയ്യും. ഓം ഗോവിന്ദായ നമ. ഇത്രയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്യൂരിഫിക്കേഷൻ ആവും നമുക്ക്. പിന്നെ ഭക്തിശാസ്ത്രിയുടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ 4 ബുക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് വന്നിട്ട് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ,
ഉപദേശാമൃത ബുക്ക് നേരത്തെ നമ്മൾ ചെയ്തില്ല. ഉപദേശാമൃത ഓർമ്മയുണ്ടോ? രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമി ഇരിക്കുന്ന ഒരു ബുക്കില്ലേ ഫ്രണ്ട് പേജിൽ? ആ ബുക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ സാധാരണ ചുമ്മാ വായിച്ച് തീർക്കണ പോലെയല്ല. ഭക്തിശാസ്ത്രി കോഴ്സ് എടുക്കുമ്പോൾ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിലത്തെ അറ്റ്ലീസ്റ്റ് മിനിമം ആദ്യത്തെ 4 ശ്ലോകം ബൈഹാർട്ട് ചെയ്യണം. അവര് ചോദിക്കും ശ്ലോക എക്സാം എന്നും പറഞ്ഞുണ്ട്. ശ്ലോക ബൈഹാർട്ട് ചെയ്തിട്ട് അതിന്റെ മീനിങ് നമ്മൾ പറയണം, നോക്കാതെ പറയണം. ശ്ലോക ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റും ഉണ്ട്, ഓഫ്ലൈൻ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ശ്ലോക ടെസ്റ്റ് ഉണ്ടാവും, ബൈഹാർട്ട് ചെയ്യണം. മാതാജി വാചോ വേഗം മനസ്സഹ. അതന്നെ അതാണ് ഫസ്റ്റ്. ഐ തിങ്ക് ഫുൾ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് 11 ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? വാചോ വേഗം. ഓക്കെ ഓർമ്മയുണ്ട് മാതാജി. ഓക്കെ. അപ്പൊ അത് ഭക്തിശാസ്ത്രി കോഴ്സ് ആണ്. അതില് നമ്മള് കുറച്ച് ഡീറ്റെയിൽ ആണ്, ചുമ്മാ വായിച്ചു പോണ പോലെയല്ല, ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പൊ OBA എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. OBA എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബുക്ക് എക്സാം, ഓപ്പൺ ബുക്ക് അസൈൻമെന്റ്. ഓപ്പൺ ബുക്ക് എക്സാം അല്ല, ഓപ്പൺ ബുക്ക് അസൈൻമെന്റ്. അപ്പൊ നമ്മൾ ബുക്ക് തുറന്നു വെച്ചിട്ട് അവര് ചോദിക്കണ ക്വസ്റ്റ്യൻ, ഇപ്പൊ എന്താണ് പ്രഭുപാദിന്റെ മിഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ആ ബുക്കില് നമ്മൾ പ്രീഫേസ് മുതൽ ഫോർവേഡ് അതിലൊക്കെ എവിടെയെങ്കിലും ഇതിന്റെ ആൻസർ കാണും. അത് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ തന്നെ ഒരു 600 വേർഡ്സിൽ നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വേർഡ്സിൽ എഴുതി പൂരിപ്പിക്കണം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അതാണ് OBA, ഓപ്പൺ ബുക്ക് എക്സാം, ഓപ്പൺ ബുക്ക് അസൈൻമെന്റ്. അത് ഓരോ മോഡ്യൂളിലും ഒരു 4, 6, 10 എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അത്ര എണ്ണം ചെയ്തിട്ട് പിന്നെ ഒരു ക്ലോസ്ഡ് ബുക്ക് എക്സാം എന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ബുക്ക് നോക്കാൻ പറ്റൂല. ബുക്ക് നോക്കാതെ, അപ്പത്തേക്കും നമ്മൾ പഠിച്ചിരിക്കണം. ബുക്ക് നോക്കാതെ ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ ആ എക്സാമിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷയൊക്കെ എഴുതുന്നില്ലേ, എല്ലാ ടൈപ്പ് 11th 10th 11th 12th എല്ലാത്തിനും ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പൊ അവൈലബിൾ ആണല്ലോ. നമ്മുടെ കാലത്തെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇപ്പൊ MBBS ഒക്കെ പഠിക്കണമെങ്കിൽ അതിന്റെ എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ഫുൾ സെറ്റ് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ആ ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല ഗുഡ് മാർക്സ് കിട്ടും. അപ്പൊ അത് ഒരു ഗുട്ടൻസ് ആണ്. നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ആ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടാൻ നോക്കണം. ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആൻസർ കണ്ടുപിടിച്ച് എഴുതി ഒരു ബുക്ക്, നമ്മളെ സ്വന്തം ബുക്ക് ഉണ്ടാക്കി അത് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും ക്ലോസ് ബുക്കിൽ എക്സാമിൽ. അടുത്ത ബുക്കാണ് നെക്ടർ ഓഫ് ഡിവോഷൻ, ഭക്തി രസാമൃത സിന്ധു. അതിൽ മൊത്തം ബുക്കില്ല, അതിന്റെ ഒരു പകുതി പഠിച്ചാൽ മതി. നെക്ടർ ഓഫ് ഡിവോഷൻ പകുതിയേ വരുള്ളൂ. അടുത്ത ബുക്കാണ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്. അത് ഫുൾ പഠിക്കണം. 18 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അത് 3 ആയിട്ട് തിരിച്ചു, അത് ഭഗവത്ഗീത തന്നെ 3 മോഡ്യൂളായിട്ടാണ് പഠിക്കുന്നത്. അതിലും ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ്, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ശ്ലോക എന്ന് പറയുന്നത് നമുക്ക് പ്രീച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കണം ശ്ലോക. അതെല്ലാം പഠിക്കും. നമ്മൾ ശ്ലോകത്തിന്റെ ശ്ലോക നമ്പറും പഠിച്ചിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭഗവത്ഗീത 15:15 ഇപ്പൊ കുറെ പ്രാവശ്യം കേട്ടത് കാരണം ആർക്കെങ്കിലും പറയാൻ പറ്റും അല്ലേ? ഭഗവത്ഗീത ചാപ്റ്റർ 15 ശ്ലോക 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ശ്ലോകം പറയും? പറയാൻ പറ്റുമോ അങ്ങനെ? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച വേദേശ്ച സർവേരഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിധേയ ചാഹം. അങ്ങനെ ടകാന്ന് നമുക്ക് പറയാൻ പറ്റണം. അവരങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ചോദിക്കണത്. ഈ ശ്ലോകം പറയൂ. ഈ നമ്പറാണ് കൊടുക്കുന്നത്. നമ്പർ 15:15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠാൻ ശ്ലോകവും പറയണം, അതിന്റെ മീനിങ്ങും പറയണം. അത്രയും തറവായിരിക്കണം. എല്ലാ ശ്ലോകം അല്ല. ഇപ്പൊ ഭഗവത്ഗീതയില് മോർ ദാൻ 1000 ശ്ലോകാസ് ഉണ്ടല്ലോ. അത്ര എല്ലാ ശ്ലോകങ്ങളല്ല. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് എന്ന് പറഞ്ഞ്
നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ശ്ലോകങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റണം. അടുത്തതാണ് ഈശോപനിഷത്ത്, ആ ചെറിയ ബുക്ക്. അതും ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ മോഡ്യൂളൊക്കെ ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് അതും പഠിക്കും. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് ബൈഹാർട്ട് ചെയ്യണം, മീനിങ് ബൈഹാർട്ട് ചെയ്യണം. ഓപ്പൺ ബുക്ക് അസൈൻമെന്റ് ഉണ്ടാവും, ക്ലോസ് ബുക്ക് അസൈൻമെന്റ് ഉണ്ടാവും. അതൊക്കെ പഠിച്ചു തീരുമ്പോഴത്തേനും നമുക്ക് നല്ല പ്രീച്ചർ ആവാൻ പറ്റും. ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും വെരി ഈസിലി. ഇപ്പൊ നമ്മള് ഒരാളുടെ അടുത്ത് ചുമ്മാ കൃഷ്ണനാണ് സത്യം, കൃഷ്ണനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വസിക്കൂല. പക്ഷെ നമ്മൾ ഒരു പഞ്ചില് ഈ മറ്റേ ഈശ്വര പരമാ കൃഷ്ണ എന്ന് ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മാവ് തന്നെ പറയണമെന്ന് പറഞ്ഞ് ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം ഇങ്ങനെ പടാന്ന് നമ്മൾ സംസ്കൃതത്തിലൊക്കെ പറയുമ്പോ കുറച്ച് വിവരമുള്ള ആളാന്ന് കേൾക്കണ ആൾക്ക് തോന്നും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് പ്രീച്ചർ ആവാൻ വേണ്ടിയിട്ട് നല്ല കുറെ ശ്ലോകങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് എവിടെ ഏത് ശ്ലോകം നമ്മൾ അസ്ത്രമായിട്ട് ഉപയോഗിച്ച് ആരെ തോപ്പിച്ച് അവരെ കൃഷ്ണഭക്തരാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ എല്ലാം കംപ്ലീറ്റ് ആയിട്ട്. ഈ ഭക്തിശാസ്ത്രി വെരി ഇമ്പോർട്ടന്റ് ആണ്. ചുമ്മാ പറഞ്ഞ് ആൾക്കാരെ പൂരി സബ്ജിയും കഴിക്കാം, അല്ലെങ്കിൽ നല്ല പ്രസാദമാണെന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് ഭേദം കുറച്ചും കൂടി നമ്മൾ പഞ്ചായിട്ട് പ്രഭുപാദ് പറയുന്ന ഡയലോഗ് പോലെ നമ്മൾ പറഞ്ഞ് അവരെ ഡിവോട്ടീസ് ആക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. പ്രഭുപാദ് പറഞ്ഞ അതേ ശ്ലോകം വെച്ച് അസ്ത്രമായിട്ട് യൂസ് ചെയ്ത് നമ്മൾ ഒരു പ്രാവശ്യം അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് അവരുടെ തലയിൽ ഈ ജന്മം മൊത്തം ഉണ്ടാവും. അതിൽ നിന്ന് അവർക്ക് താഴെ പോകാൻ പറ്റൂല അല്ലേ? ഒരു പോയിന്റ് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് താഴോട്ട് അവർക്ക് പോകാൻ പറ്റുമോ? അവർ ആ ലെവലിൽ പ്രോഗ്രസ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ വി ആർ ആക്ച്വലി ഹെൽപ്പിങ് ആത്മാ ടു പ്രോഗ്രസ്. അതിനാണ് ഈ ശ്ലോകം പഠിച്ച് നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ നല്ല ഇഫക്റ്റീവ് പ്രീച്ചിങ് ആണ്. പിന്നെ നമുക്കും നല്ല കൺവിക്ഷൻ ആവും അല്ലേ? പ്രഭുപാദ് എന്തിനാണ് ഈ മിഷനിലോട്ട് കയറിയെന്നൊക്കെ നല്ല കൺവിൻസ്ഡ് ആവും. നമ്മൾ തന്നെ അതിന്റെ അസൈൻമെന്റും ബുക്കും ഒക്കെ എഴുതി കഴിഞ്ഞാൽ, ഓപ്പൺ ബുക്ക് അസൈൻമെന്റ് എന്തിനാണ് പ്രഭുപാദ് മിഷൻ, എന്താണ് പ്രഭുപാദിന്റെ മിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ മിഷനും കൂടിയാവും. How useful it is, how it is helping the other human beings, how it is helping Jivatmas to raise, emancipate them, how to അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിക്കും ഭക്തിശാസ്ത്രിയിൽ. അടുത്താണ് ഇസ്കോൺ ഡിസൈപ്പിൾഷിപ്പ് കോഴ്സ്, IDC എന്നും കൂടി പറയും. ഇത് ചെയ്താലേ നമുക്ക് ദീക്ഷ കിട്ടുള്ളൂ. അപ്പൊ അതിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ കോഴ്സും. ഞാൻ ചെറിയ രീതിയിൽ ഗുരു ആൻഡ് ശിഷ്യ എന്നും പറഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തായിരുന്നു. ഇതാണ് നമ്മൾ IDC കോഴ്സിൽ പഠിക്കുന്നതെന്നും പറഞ്ഞ ഒരു ക്ലാസ് എടുത്തായിരുന്നു. ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഡിസൈപ്പിൾ, ക്വാളിഫിക്കേഷൻ ഓഫ് ഗുരു ആരാണ്, എത്ര തരം ഗുരു ഉണ്ട് എന്നും പറഞ്ഞ ഒരു ക്ലാസ് എടുത്തായിരുന്നു. അതാണ് ഇസ്കോൺ ഡിസൈപ്പിൾഷിപ്പ് കോഴ്സ്. ഓർമ്മയുണ്ടോ എന്തോ? പിന്നെ ഋത്വിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങൾ ആൻസർ പറഞ്ഞായിരുന്നു അന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് ചോദിച്ചപ്പോ. വാട്ട് ഈസ് ഋത്വിക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഋത്വിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയത്തില്ല മാതാജി, ഒന്ന് പറഞ്ഞതാ. ഹരേ കൃഷ്ണ. മറന്നുപോയാ? ഓക്കെ, ഋത്വിക് എന്ന് പറഞ്ഞ കൃഷ്ണ ഋഗ്വേദം ഫോളോ ചെയ്യുന്നവർ. ഋഗ്വേദം ഫോളോ ചെയ്യുന്നു? ഇല്ലമ്മ, നോ. അതായത് നമ്മുടെ ഗുരുപരമ്പരയിൽ കൂടി ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ആ സമ്പ്രദായ ഗുരുപരമ്പരയിൽ കൂടിയുള്ള ഭഗവാനോടുള്ള ബന്ധം സ്ഥാപിക്കാൻ. ഇസ്കോണിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. കറക്റ്റ്. ഇസ്കോണിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഋത്വിക്കിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഓർമ്മയുണ്ടല്ലേ? ഓക്കെ. സോ നമ്മൾ വന്നിട്ട് ഗുരു പരമ്പര സ്റ്റാർട്ടിങ് ഫ്രം കൃഷ്ണ ഈസ് ടീച്ചിങ് ബ്രഹ്മ ഈസ് ടീച്ചിങ് നാരദ മുനി ഈസ് ടീച്ചിങ്
വേദവ്യാസ ഈസ് ടീച്ചിങ് മധ്വാചാര്യ. അങ്ങനെ അടുത്ത തലമുറയിൽ വന്ന് അവസാനം നമ്മൾ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദാണ് 32ാമത്തെ കണ്ണി എന്ന് പറഞ്ഞ് പേജ് നമ്പർ 44 ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കഴിഞ്ഞിട്ട് ഇനിയൊരു ശിഷ്യൻ വരുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദറിന് ശിഷ്യന്മാരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. തൗസൻഡ്സ് ഓഫ് ശിഷ്യന്മാരാണ്. അതില് കുറച്ച് ആൾക്കാർ ദീക്ഷ കൊടുക്കാൻ യോഗ്യരായ ഗുരുക്കളും ഉണ്ടായിരുന്നു അല്ലെ? ഒരു 12 ശിഷ്യന്മാരെ ദീക്ഷ കൊടുക്കാനുള്ള യോഗ്യതയും അവർക്ക് കൊടുത്തിട്ടുണ്ട് പ്രഭുപാദ്. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദ് കഴിഞ്ഞിട്ട് അടുത്ത കണ്ണി ആയിക്കഴിഞ്ഞല്ലേ, ഒരു 12 ദീക്ഷ കൊടുക്കുന്ന ഗുരുക്കന്മാർ വന്നു കഴിഞ്ഞു. അവരിൽ നിന്നാണ് നമുക്കൊക്കെ കിട്ടണത് അല്ലെ ദീക്ഷ. അപ്പൊ ഈ ഗുരു പരമ്പര ഈസ് കണ്ടിന്യൂയിങ് ആണോ ഇല്ലയോ? കൃഷ്ണ മാതാജി 12ആണോ 82ആണോ മാതാജി? ഡൗട്ട്. 12 ആണോ? 82 പേരാണ് ദീക്ഷ കൊടുക്കാൻ അർഹരാക്കിയത് ശ്രീല പ്രഭുപാദ്. അന്നത്തെ കാലത്ത് പ്രഭുപാദ് പോയ സമയത്ത് 12 എന്തോ ആയിരുന്നു. പിന്നീട് GBC അലൊക്കേറ്റ് ചെയ്ത് കാണും കൂടുതൽ ആൾക്കാരെ. ഓക്കെ. അപ്പൊ എന്തായാലും പക്ഷെ ഋത്വിക്കിസം ബിലീവ്സ് ദാറ്റ് ഇത് കഴിഞ്ഞിട്ട് യോഗ്യരായിട്ടുള്ള ദീക്ഷ കൊടുക്കാൻ യോഗ്യതയായിട്ട് ആരും ഇല്ല. പ്രഭുപാദ് കഴിഞ്ഞിട്ട് ആർക്കുമേ ദീക്ഷ കൊടുക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് ഈ ഋത്വിക്കിസം പറയുന്നത്. അപ്പൊ പ്രഭുപാദാണ് മെയിൻ ഗുരു. അത് കഴിഞ്ഞിട്ട് ആരും ഇല്ല. എവറിബഡി ക്യാൻ ബി ഡിസൈപ്പിൾ ഓഫ് പ്രഭുപാദ്. ഇപ്പൊ പ്രഭുപാദ് ഇപ്പോ ഫിസിക്കലി പ്രസന്റ് ആണോ? നമ്മള് പ്രഭുപാദിനെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ നമ്മൾ ശ്രീല പ്രഭുപാദ് ആശ്രയം എടുക്കുന്നുണ്ട്. വി ആർ ടേക്കിംഗ് ഷെൽട്ടർ ഓഫ് പ്രഭുപാദ് അല്ലെ? പ്രഭുപാദ് ആശ്രയ എന്നും പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ വി ആർ അക്സെപ്റ്റിംഗ് ഗുരു പ്രഭുപാദ് ആസ് ഗുരു ത്രൂ ഹിസ് ബുക്സ് അല്ലെ? ബുക്സ് ഇപ്പോഴും അലൈവ് ആണ്. പ്രഭുപാദ് സ്റ്റിൽ അലൈവ് ത്രൂ ഹിസ് ബുക്സ്. അപ്പോൾ നമുക്ക് പ്രഭുപാദിന്റെ ആശ്രയം എടുക്കാൻ പറ്റും. എന്നാലും ആ ബുക്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഗുരുക്കൾ ഉണ്ടോ ഇല്ലയോ? ഇപ്പോ ഉണ്ട്. അപ്പൊ again that is proving that Ritvikism is wrong അല്ലേ? Wrong, correct. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള നോളജ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇസ്കോണിൽ വന്ന് പ്രചരിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. വി ആർ സിംപ്ലി ഗിവിംഗ് വാട്ട് പ്രഭുപാദ് ഗേവ് അല്ലെ? പ്രഭുപാദ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ അങ്ങോട്ട് താഴോട്ടുള്ള തലമുറയ്ക്ക് പ്രൊപഗേറ്റ് ചെയ്യുന്നു. അത് പ്യോറായിട്ട് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതും എഗെയിൻസ്റ്റ് ഋത്വിക്കിസം ആണ്. വേറെന്തെങ്കിലും ഋത്വിക്കിസം അല്ലാതെ വേറെ എന്തെങ്കിലും കൂടി വരാണെങ്കിൽ ഇപ്പൊ സംടൈംസ് പീപ്പിൾ വിൽ ബ്രിങ് ഇൻ ദെയർ ഓൺ ഐഡിയാസ്, അവരുടെ സ്വന്തം ഐഡിയ. ഐ തിങ്ക് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങണ ചിലപ്പോ ഒരു സൈഡ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഈ ഇസ്കോൺ ഡിസൈപ്പിൾഷിപ്പ് കോഴ്സ്. അപ്പൊ ഇത് പഠിക്കുമ്പോ നമുക്ക് എന്താണ് പഠിക്കേണ്ടത്, അതിനപ്പുറം ഇങ്ങോട്ടും അങ്ങോട്ടും പോവാൻ പറ്റൂല. വി ആർ purely focusing on what Prabhupada has taught us. Prabhupada teach ചെയ്ത കാര്യം നമ്മുടെ ഗുരു വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഇസ്കോൺ ഡിസൈപ്പിൾഷിപ്പ് കോഴ്സ്. അതില് ഇസ്കോണിന്റെ 7 പർപ്പസസ് എന്താണ്? വൈ വാസ് ഇസ്കോൺ എസ്റ്റാബ്ലിഷ്ഡ്? സോ ദാറ്റ് പീപ്പിൾ ഹു ബിക്കേം ഡിവോട്ടീസ് വിൽ ഹാവ് എ സൊസൈറ്റി അല്ലേ? സംഘാത് സഞ്ജായത്തെ കാമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? നമ്മുടെ അസോസിയേഷൻ അനുസരിച്ച് നമ്മൾ അത് തന്നെയാവും. നമ്മൾ കള്ളന്മാരുടെ കൂടെയാണ് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കള്ളന്മാരാവും. നമ്മൾ ഭക്തന്മാരുടെ കൂടെയാണ് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ ഒരു ദിവസം ഉറപ്പായിട്ട് ഭക്തനാവും അല്ലെ? കൃഷ്ണഭക്തനാവും. അതിന് വേണ്ടിയിട്ട് അസോസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ് ഈ ഇസ്കോൺ എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി വെച്ചത്. സോ ദാറ്റ് ന്യൂ ഡിവോട്ടീസ് ക്യാൻ അസോസിയേറ്റ് വിത്ത് സീനിയർ ഡിവോട്ടീസ് ആൻഡ് ഓൾ ബിക്കം കൃഷ്ണ ഡിവോട്ടീസ്. അത് വൺ ഓഫ് ദ പേർപ്പസസ് ഓഫ് ഇസ്കോൺ. അങ്ങനെ 7 പർപ്പസസ് ഓഫ് ഇസ്കോൺ ഉണ്ട്. ഇങ്ങനെ ഇറ്റ്സ് എൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് കൃഷ്ണ ഫോർ ഗിവിംഗ് അസോസിയേഷൻ ടു എവറിബഡി. അങ്ങനെ ഒരു 7 പർപ്പസസ് ഓഫ് ഇസ്കോൺ ഉണ്ട്. അതാണ് ഇസ്കോൺ ഡിസൈപ്പിൾഷിപ്പ് കോഴ്സ്. ഇത് പഠിച്ചിട്ടും ഇതിന്റെ ഒരു പരീക്ഷ ഉണ്ട്.
പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അത് പാസ്സായാലേ അങ്ങോട്ട് ഹരിനാം ദീക്ഷയ്ക്ക് വിടുള്ളൂ. കഴിഞ്ഞു തോന്നുന്നു. ഇതോടെ നമ്മുടെ ഈ ക്ലാസ് തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയൊരു 9 മിനിറ്റ് ഉണ്ട് 7 മണിയാവാൻ. ഹരേ കൃഷ്ണ മാതാജി, ഒരു 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 പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഒന്ന് പറഞ്ഞു തരാവോ? ഒന്ന് എഴുതിയെടുക്കാൻ. ചെറിയ ഏതിലുള്ളത്? നമ്മളെ ബ്രാഹ്മണരുടെ കാര്യം പറഞ്ഞില്ലേ? ബ്രാഹ്മൺ ദീക്ഷ. മാതാജി ആ തീർത്ഥം തീർത്ഥം വെച്ച് പറയുന്നില്ലേ മാതാജി? ആചമന ആചമന. ആചമന ശ്ലോകം. ഓക്കെ, അതൊന്ന് വ്യക്തമായിട്ട് ഇട്ട് വെച്ചേക്കാം. ഇതാണ് കോപ്പി ചെയ്തോളൂ. ഓമ പവിത്രോ പവിത്രോ വാ ഹരേ സർവാ കൃഷ്ണ. വസ്തു ഗതോപി വാ യത് സ്മരേത് പുണ്ടരീകാക്ഷം തസ്യ ബാഹ്യാന്തര ശുചി. എഴുതിയെടുത്തില്ല മാതാജി. കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ടോ ഇപ്പോ? കാണുന്നു. ഹരേ കൃഷ്ണ. അതിന്റെ മലയാളം പിന്നെ അത് ഗ്രൂപ്പിൽ ഇടാം. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ. മാതാജി, ഈ ശ്ലോകം കൃഷ്ണാവബോധം ഒരു വഴികാട്ടിയിലുണ്ടല്ലോ അല്ലേ? മേ നോട്ട് ബി ദർ. കുറച്ച് ഇത് കൂടിയ ശ്ലോകമാണ്. ഇത് നമ്മള് ടെമ്പിളിൽ സർവീസിന് വരുമ്പോഴാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വഴികാട്ടിയിൽ ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾക്ക് വീട്ടിൽ ഇത് ചെയ്താൽ കുറച്ചും കൂടി പെട്ടെന്ന് പ്രോഗ്രസ് വരും. യെസ്. വേദിക് സ്ക്രിപ്റ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് പ്രഭാതിന്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഇതുണ്ടോ? ഓക്കെ ഓക്കെ. എല്ലാം ഉണ്ട്. ഓൾറൈറ്റ്. വേദിക് സ്ക്രിപ്റ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ്. വേദിക് സ്ക്രിപ്റ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതില് ഈ ശ്ലോകം ഉണ്ട് എന്ന് പറയുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? ഒരാള് ഇങ്ങനെ ചോദിച്ചായിരുന്നു, മുമ്പൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിരുന്നു തന്നെ നമുക്ക് ദീക്ഷയൊക്കെ കിട്ടും. ഒരുപാട് ഇപ്പൊ ഭയങ്കര പാടാണ്. ഇപ്പൊ പരീക്ഷയൊക്കെ അത് കാരണം ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അത് 2 പോയിന്റ് ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു മാതാജി ഇതുപോലെ വന്നു പെട്ടെന്ന് അപ്പൊ ഞാൻ വിളിച്ചിട്ട് വന്ന ആളാണ്. വന്ന് പെട്ടെന്ന് തന്നെ ഇസ്കോണിൽ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോ അവർ വിചാരിച്ചു ഭയങ്കര ഭക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റെപ്പ് എടുത്തു. നമുക്ക് മുമ്പേക്ക് കയറി അങ്ങ് പോകുന്ന കണ്ടു. ദീക്ഷാ ലെവലിലൊക്കെ ആൾമോസ്റ്റ് എത്തി. അപ്പോഴേക്കും പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കാണുന്നില്ല. പിന്നെ ആ മാതാജിയെ സെർച്ച് ചെയ്ത് പിടിച്ചപ്പോഴേക്കും ഈ മാതാജി എന്തോ ചെയ്തെന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ മിഷനറിയിലൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് അവരെയൊക്കെ ഇങ്ങോട്ട് റീച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അവസാനം തോറ്റിട്ട് അവര് പറയുന്നത് കേട്ട് അങ്ങോട്ടായി. ഈ മാതാജി കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ഈ ആരുടെ സംഘം ചെയ്യുന്നോ അവരുടെ കൂടെ ആയിട്ട് നമ്മൾ അങ്ങോട്ടായി പോകുന്നു പറഞ്ഞതുപോലെ അവസാനം തിരിച്ച് ആന്റി പ്രീച്ചിങ് ആയി. ഇങ്ങനെ ഇസ്കോണിലൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ ഞാൻ ഇതെവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ പോയി. അതുപോലെ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ എന്താ പറയുക, ഈ മുസ്ലിങ്ങളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രീച്ച് ചെയ്തിട്ട് അവസാനം തോറ്റ് അവരുടെ മതം സ്വീകരിച്ച് അങ്ങോട്ട് കല്യാണം കഴിച്ചു പോവുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ബേസ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പല കോഴ്സുകൾ വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും, നമുക്ക് ബേസിക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഭക്തി പ്രവേശകം എന്ന് പറഞ്ഞൊരു കോഴ്സ് വന്നതും അതുപോലെ ഡിസേബിൾ കോഴ്സും ഒക്കെ. അപ്പൊ അങ്ങനെ ചോദിച്ചിരുന്നു, 2 പേര് ചോദിച്ചിരുന്നു. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ അനുവദിക്കണേ, ഞാൻ ആ ബുക്ക് കാണിക്കാം. ഹരേ കൃഷ്ണ മാതാജി, എന്റെ ക്യാമറ ഓൺ ആവുന്നില്ല. എനിക്കിത് ചെയ്യാൻ അറിഞ്ഞൂടാ. ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഇതാണ് ബുക്ക് കേട്ടോ. ഹരേ കൃഷ്ണ. ഓക്കെ.
വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. Yeah. സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി ഇവരെ പറ്റിയും പറയണം.